ഹലോ, ഇന്നത്തെ വീഡിയോ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യലാണ്. പഠിക്കുന്നവരാണെങ്കിൽ ആദ്യം മെഷീൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കണം. 10-ലെല്ലാം ഇട്ടാൽ മതിയാവും. ഇനി നമുക്ക് യോക്ക് ഭാഗം വെച്ച് സ്കേർട്ടുമ്മേ 1/2 ഇഞ്ച് വീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് ക്ലോത്ത് ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്ലീറ്റ്സ് മാത്രമേ ഇടുന്നുള്ളൂ. ഷോളിന് എടുത്തതിൻ്റെ ബാക്കി ക്ലോത്ത് കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലൈനിങ്ങും വെച്ച് കൊടുക്കാം. ലൈനിങ്ങുമ്മിലും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് താഴെ വീതി കിട്ടുള്ളൂ. ബോട്ടം റൗണ്ട് കിട്ടണമെങ്കിൽ ലൈനിങ്ങുമ്മിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഉടുപ്പിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ കൊടുക്കുന്നില്ല കേട്ടോ, കാരണം കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിമ്പിളായിട്ടൊന്ന് കാണിക്കുക മാത്രം ചെയ്യുന്നുള്ളൂ. ഇനി ആദ്യം മെയിൻ ക്ലോത്തുമ്മിലും പിന്നീട് ലൈനിങ്ങുമ്മിലും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. സ്ലീവ് വന്നിരിക്കുന്നത് പഫാണ് കേട്ടോ. ബാക്കിൽ ഹുക്ക് വെക്കാനായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് ചെയ്യുന്ന വീഡിയോ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കുറച്ച് ക്ലോത്ത് ഉള്ളെങ്കിലും ഉണ്ണികൾക്കെല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും. ഓക്കെ, ബൈ ബൈ.